അനുമോളുടെ വിവാഹം വളരെ കെങ്കേമമായിട്ട് വളരെ പോഷായിട്ടാണ് അനുമോൾ നടത്തിയത്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും അനുമോളുടെ എൻഗേജ്മെന്റ് വീഡിയോ കണ്ടോ? അതെന്താ ഇത്രയും പോഷായിട്ട് വിവാഹം നടത്തിയ അനുമോൾക്ക് എൻഗേജ്മെന്റ് നടത്താൻ പൈസ ഇല്ലായിരുന്നോ? അനുമോൾ ഒന്ന് ഒരുങ്ങിയിരുന്നു, ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം നിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിന്നെ വിധിക്കാൻ ഒരുവട്ടം ആളുകൾ നിന്റെ പിറകെ ഉണ്ട് എന്നുള്ളൊരു സത്യം നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനുമോളുടെ വിവാഹ വീഡിയോസാണ് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ അനുമോൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് വിവാഹ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ ഫ്ലാറ്റിലേക്ക് ഈ കയറി ചെല്ലുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങ് അവൾ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയുടെ താഴെ വന്ന കമന്റ് സെക്ഷൻ കണ്ട് അന്തം വിട്ടിരുന്നു പോയി. കാരണം ഇത്രയും അധംപതിച്ച ആളുകളും കമന്റ് സെക്ഷനിൽ വന്ന് നിറങ്ങിയ ആളുകളെ മാറ്റി നിർത്തുകയാണ് ഞാൻ. കാരണം ഒരു കലത്തിന്റെ വായ നമുക്ക് മൂടിക്കെട്ടാം, 1000 കലങ്ങളുടെ വായ മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് കാരണവന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കോണ്ടന്റ് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്ത കുറച്ച് ആളുകളെ കുറിച്ചാണ്. കുലസ്ത്രീ എന്നൊക്കെ തമ്മനയിൽ കൊടുത്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ട് വർണ്ണിച്ചുകൊണ്ട് കോണ്ടന്റ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്ത കുറച്ച് യൂട്യൂബേഴ്സിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കാർക്കും ബുദ്ധിയില്ലേ? ഒരു ഹ്യൂമാനിറ്റി പോലും നിങ്ങൾക്കില്ലേ? വിവാഹം കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ട് കോണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അവൾ പറയും, നിങ്ങൾ പറയുന്നത് എൻ്റെ രോമത്തിൽ പോലും കൊള്ളുന്നില്ല, ഏശുന്നില്ല എന്നൊക്കെ. പക്ഷെ അവൾ പച്ചയായ ഒരു മനുഷ്യ സ്ത്രീയാണ്. അവൾക്ക് ഒരു വേദനയുണ്ടാകും. ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത്, അനുമോളുടെ സ്ഥാനത്ത് നിങ്ങളെ ഒന്ന് പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും സ്ത്രീ രത്നങ്ങളെ ഒന്ന് പ്രതിഷ്ഠിക്കുക. ഇതുപോലെ വിവാഹം കഴിഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ഈ വരന്റെയും വധുവിന്റെയും മുന്നിൽ ചെന്നിട്ട് ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തെ അങ്ങേയറ്റം ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കുകയും ഭർത്താവിനെ പൊക്കി സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എത്ര കാലങ്ങളുണ്ടാകും ആ ഒരു വേദന എന്നറിയാമോ? മാത്രമല്ല നിങ്ങളുടെ മുഖത്തേക്ക് പിന്നെ അവർ നോക്കത്ത് പോലുമില്ല, വേണമെങ്കിൽ ഒരു തുപ്പും കൂടെ വെച്ച് തരും. ഇത്രമാത്രം അധംപതിച്ച ആളുകൾ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചുപോയി. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് അനർഘനർഘം സംസാരിക്കുന്ന ആളുകൾ വിവാഹം കഴിഞ്ഞ 1-2 ദിവസം മാത്രം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇത്രമാത്രം അവഹേളനം നടത്തി സംസാരിക്കാൻ മാത്രം നിങ്ങളുടെ ചിന്താഗതികൾ അടിയിലോട്ട് പോയോ, താഴെ പോയോ? ഇതെന്ത് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ഉച്ചയിലെടുക്കാൻ പാടാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വളരെ മോശമായിരിക്കുന്നു. മറ്റൊരു കാര്യം, അനുമോളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റുമില്ല. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ആ പെൺകുട്ടിയെ പോലെ ഒരിക്കലും നിങ്ങൾക്ക് ആകാൻ പറ്റത്തില്ല. ആ പെൺകുട്ടി അച്ചീവ് ചെയ്തതിൻ്റെ പകുതിയുടെ പകുതി പോയിട്ട് ഒരു 0.5% പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് വിജയിച്ചവരെ അടിച്ചു താഴെയിടുക എന്നുള്ളൊരു തന്ത്രമാണ് ഇവിടെ നിങ്ങൾ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സാധിക്കുമോ ഒറ്റയ്ക്ക് നിങ്ങളുടെ വിവാഹം നടത്താൻ? എന്തിന്? അധികം ഒന്നും പറയുന്നില്ല. അനുമോൾ എന്ന് പറയുന്ന പെൺകുട്ടി ജീവിതത്തിൽ വിജയിച്ചവളാണ്. എങ്ങനെയാണ് വിജയിച്ചത്? ആരെങ്കിലും അവൾക്ക് ട്രോഫി കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ബിഗ് ബോസ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ടൈറ്റിൽ വിന്നർ ആയതിൻ്റെ ട്രോഫി കിട്ടി. അത് മാത്രം മതിയായിരുന്നോ അനുമോളുടെ? അവളുടെ കഷ്ടപ്പാടിൻ്റെ ആഴം, അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അവളുടെ 13ാമത്തെയും 12ാമത്തെയും വയസ്സിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. 12ാമത്തെയും 13ാമത്തെയും വയസ്സിൽ വീടിൻ്റെ അയൽപ്പക്കത്തുള്ള 3-4 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത് ട്യൂഷൻ എടുക്കുമായിരുന്നു. നമുക്കൊക്കെ അറിയാം, ഗ്രാമങ്ങളിൽ ട്യൂഷൻ ഹോമുകളുണ്ടല്ലേ. അപ്പോൾ ഈ അനുമോൾ ജിഞ്ചർ മീഡിയയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹ വീഡിയോ വൈറലായതുകൊണ്ട് ജിഞ്ചർ മീഡിയ ആണോ ഏതോ ഒരു ചാനൽ ഇത് റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുമായിരുന്നു. കാരണം സങ്കടമാണോ, സന്തോഷമാണോ, ഒരു വിങ്ങലാണോ എന്നൊന്നും അവൾ അതിൽ പറയുകയാണ്. ഈ 12-13 വയസ്സുള്ളപ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കും. അതേസമയം ഇവളേക്കാൾ 2 വയസ്സ് മാത്രം പ്രായമുള്ള ചേച്ചി, പ്രായക്കൂടുതലുള്ള ഇവളുടെ ചേച്ചി, അവർ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് നമുക്കറിയാം, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ചേച്ചി കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ 2 പേരും കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഓരോ കുട്ടികളുടെ അമ്മമാർ 100 രൂപ 150 രൂപ വീതം ഇവർക്ക് കൊടുക്കും. ഈ 150 രൂപ അല്ലെങ്കിൽ 100 രൂപ 10 കുട്ടികൾ അവരുടെ പാരൻസ് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ, പോട്ടെ 2000 രൂപ. ഈ 2000 രൂപ കൂട്ടി വെച്ചിട്ടാണ് ഈ പെൺകുട്ടി അവൾക്ക് സ്കൂളിൽ പോകാനുള്ള യൂണിഫോം, ബാഗും ഒക്കെ വാങ്ങിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ബിഗ് ബോസിൽ നിന്ന സമയത്ത് അനുമോൾക്ക് 30 ആയിരുന്നു, 30-31 വയസ്സായിരുന്നു പ്രായം. ഇപ്പോൾ 15-16 വർഷങ്ങളല്ല, കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു 17 വർഷം പുറകെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത്. അന്ന് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് 1000 രൂപയ്ക്കുള്ളിൽ അവളുടെ ചിലവുകൾ തീരും, യൂണിഫോമും ബാഗും എല്ലാം ചേർത്തിട്ട്. എന്നിട്ട് അവൾ പറയാണ്, ഞാൻ ഒരിക്കൽ പോലും എൻ്റെ അച്ഛൻ്റെ അടുത്ത് എൻ്റെ ഒരു ആവശ്യങ്ങളും പറഞ്ഞിട്ടില്ല, ആഗ്രഹങ്ങളില്ലാതെ ഇരുന്നിട്ടില്ല. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. കാരണം എൻ്റെ അച്ഛൻ എന്താ എന്ന് എനിക്ക് അറിയാമായിരുന്നു. ജീവിതത്തിൻ്റെ ഏതോ ഒരു സാഹചര്യത്തിൽ നിസ്സഹായനായി പോയ അച്ഛൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ലയബിലിറ്റീസ് പോലും, ബാധ്യതകൾ പോലും സന്തോഷത്തോടു കൂടി സ്വന്തം ചുമലിൽ എടുത്തു വെച്ച ഒരു കൗമാരക്കാരി. ഞാൻ പറയുന്നത് അനുമോളെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. അവളുടെ 14-15 വയസ്സ് മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്. ഈ പെൺകുട്ടി പല ഇൻ്റർവ്യൂസിലും പല പ്ലാറ്റ്ഫോംസിലും പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ദിവസം 3-4 ലൊക്കേഷനുകളിൽ
പരക്കം പാഞ്ഞ് ഓടി നടന്ന് ജോലി ചെയ്തിട്ടുണ്ട് എന്ന്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ശരിയാ, ട്രിവാൻഡ്രത്ത് ഒരു ലൊക്കേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലേക്ക് പോവുക. അതല്ല, സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ട് എറണാകുളത്ത് ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന സമയത്ത് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് അവൾ ട്രെയിൻ കയറും. ഇന്നത്തെ പോലെ വന്ദേ ഭാരത് ഒരു 7 വർഷം മുന്നേ ഉണ്ടായിരുന്നില്ല. സാധാരണ ട്രെയിനിൽ കയറിയിട്ട് ഇവർ ട്രിവാൻഡ്രത്ത് പോകും. ചിലപ്പോൾ രാത്രിയായിരിക്കും ഇവിടുന്ന് ട്രെയിൻ കയറുന്നത്, ഏർലി മോർണിംഗ് ട്രിവാൻഡ്രത്ത് എത്തും. എന്നിട്ട് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഓരോ വീടുകളായിരിക്കുമല്ലോ ഈ സീരിയൽ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കെയർ ടേക്കർ പ്രായമുള്ള ഒരു മാമൻ എന്നാണ് അവൾ അതിൽ പറയുന്നത്. അപ്പോൾ പുള്ളിയോട് പറയും, ആ വാതിലും തുറന്നു തരുമോ, ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. എന്നിട്ട് ഇവൾ ചെന്ന മാത്രയിൽ മേക്കപ്പ് ചെയ്തിട്ട് ആ കസേരയിൽ ഇരുന്ന് ഉറങ്ങും. 1 മണിക്കൂർ കഴിയുമ്പോൾ മറ്റ് ആർട്ടിസ്റ്റുകൾ വരും, ഷൂട്ട് തുടങ്ങും. അവിടെ നിന്ന് വീണ്ടും ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. ട്രിവാൻഡ്രത്ത് തന്നെ 4ഉം 5ഉം ലൊക്കേഷനുകൾ ഒറ്റ ദിവസം പോയിട്ട് പിറ്റേ ദിവസം വീണ്ടും സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് എത്തും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വീരവാദം അടിച്ച കുലസ്ത്രീ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് വീഡിയോ ഇട്ട ആളുകൾക്ക് പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ? എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ കേട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നതല്ലാതെ ഒരു തരത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എനിക്കങ്ങനെ നിന്ന് പോകാൻ പറ്റുമെന്ന് എനിക്കങ്ങോട്ട് കണക്റ്റ് ആയില്ല. സത്യം പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് ഞാൻ ആ വീഡിയോ, ഇവൾ പറയുന്ന പല കാര്യങ്ങളും കേട്ടിരുന്നത്. കാരണം അവളുടെ പ്രായത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഏറെയായിരുന്നു. ഈ പെൺകുട്ടി പറയാണ്, അവൾക്ക് വിശപ്പ്, പല ആഹാരങ്ങളും കഴിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. കാരണം കടങ്ങൾ തീർക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏതൊക്കെയോ സാഹചര്യത്തിൽ നിസ്സഹായനായി പോയ ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് ഇവൾ ആ കുടുംബത്തിലെടുത്തത്. ആ കുടുംബത്തിൽ ഓരോ വ്യക്തികളെയും എത്തിക്കേണ്ട നിലയിൽ അവൾ എത്തിച്ചു. എന്നിട്ട് ആ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും പൊന്നു പോലെയാണ് നോക്കുന്നത്. ഓരോ വ്യക്തികളെക്കുറിച്ചും അവൾ പറയുന്നത് ഇങ്ങനെയാണ്, അവരൊക്കെ എൻ്റെ പ്രാണനാണ്, അച്ഛനെയും അമ്മയും നന്നായിട്ട് നോക്കുക, അതുമാത്രമാണ് എൻ്റെയും. എന്നിട്ട് ഈ പെൺകുട്ടി സ്വന്തമായിട്ടൊരു വീട് വെച്ചു, അച്ഛനും അമ്മയ്ക്കും നല്ലൊരു ഭവനം വെച്ചു കൊടുത്തു. എല്ലാത്തിനു ശേഷം കഷ്ടപ്പാടുകൾക്കിടയിൽ ഇവൾ ബിഗ് ബോസിൽ പോയി. അവിടെ അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എല്ലാവരും കണ്ടതാണ്, ഒറ്റപ്പെടലുകൾ എല്ലാവരും കണ്ടതാണ്. അവിടെയൊക്കെ അവൾ വിജയിച്ച് അവിടുന്ന് വിന്നറായി. അതിനുശേഷവും അവൾ റെസ്റ്റ് എടുത്തോ? ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രമോഷനും അതിനും ഇതിനും ഓടി നടന്ന് ഇന്നിതാ ഒറ്റയ്ക്ക് അവൾ വിവാഹം ചെയ്തിരിക്കുന്നു. ഇത് പറ്റുമോ നിങ്ങൾക്ക്? എനിക്ക് പറ്റില്ല. എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എന്നെ ആരെങ്കിലും കെട്ടിച്ചു വേണം. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ചിന്തിച്ചത്? എന്നെ കെട്ടിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ കെട്ടിച്ചോ, അല്ലാതെ ഞാനൊരു തെരിപ്പൊന്നു പോലും ഉണ്ടാക്കില്ല. നമുക്കങ്ങനെ ഉണ്ടാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നോ, ബോധം ഉണ്ടായിരുന്നോ? ജീവിതത്തിലെ പല കഷ്ടപ്പാടുകളും തരണം ചെയ്ത് ഒറ്റയ്ക്ക് അവളുടെ വിവാഹം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും പറ്റാത്ത കാര്യമാണെന്ന് അവളെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇട്ട ആളുകൾക്കറിയാം. അവർക്കത് ഒട്ടും പറ്റത്തില്ല. അതാണ്, ഈ പെൺകുട്ടി വിജയിച്ച് നിൽക്കുകയാണെന്ന് ഇവർക്ക് നല്ല ബോധമുണ്ട്. ഇവർക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അവൾ അതൊക്കെ ചെയ്തല്ലോ, എങ്കിൽ പിന്നെ എൻ്റെ ഭാഗം ഇരിക്കട്ടെ ഒരു കുത്ത് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ ഓർക്കുക, കുലസ്ത്രീ എന്നൊക്കെ ഒരു സ്ത്രീയെ മോശപ്പെടുത്തുന്ന രീതിയിൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമല്ല. ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്കറിയാമോ? അതായത് എന്താണ് കുലസ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് തമ്മിലിട്ടിരിക്കുന്നത്. അത് പറയാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ആ വീഡിയോയിൽ പറയുന്നുണ്ട്, വിവാഹത്തിന് മുന്നേ പുള്ളിക്കാരത്തി ആ ഫ്ലാറ്റിൽ ചെന്നതാണ്, ഈ ഭർത്താവിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ ആളുകളെ കൂടുതൽ വേദനിപ്പിച്ചത്. കാരണം ബിഗ് ബോസിനുള്ളിൽ ഗിസയിലും ആര്യനും ഒരു പുതപ്പിനടിയിൽ കിടക്കുമ്പോഴും ഒരു ബെഡിൽ കിടക്കുമ്പോഴും അനുമോൾ വലിയ രീതിയിൽ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് അനുമോൾ പറഞ്ഞിരുന്ന കാര്യം ശരിയാണ്. അതായത് ഇതിവിടെ നടക്കത്തില്ല, ഇതൊരു ഷോ ആണെന്ന് അറിയില്ലേ, ആളുകൾ കാണുന്നുണ്ട്, ഇതൊന്നും നടക്കില്ല, ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ എതിർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണോ ഇവളുടെ ഭർത്താവിൻ്റെ ഫ്ലാറ്റിൽ വിവാഹത്തിന് മുന്നേ കയറിപ്പോയത് എന്നുള്ളൊരു തെറ്റാണ് ഇവർ കണ്ടുപിടിച്ചത്. നിങ്ങൾക്കാർക്കും ചിന്തിക്കാനുള്ള കഴിവില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സത്യമാണ്, ബിഗ് ബോസിൽ പോയ സമയത്ത് അനുമോൾ കമ്മിറ്റഡ് അല്ലായിരുന്നു, സിംഗിൾ ആയിരുന്നു. അതിനു മുമ്പ് എപ്പോഴോ അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയിരുന്നു എന്ന് ആ സമയത്ത് എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റിയാലിറ്റി ഒന്നും നമുക്ക് മനസ്സിലാവില്ല എങ്കിലും ആ പറഞ്ഞ ആ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും അവർ തമ്മിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെ വീട്ടിലും ഇരുന്നുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇവരുടെ വീട്ടുകാരും ഇവരുടെ സഹോദരങ്ങളൊക്കെ ഒപ്പമുണ്ടായിരുന്നു. മാത്രമല്ല ആ വ്യക്തി ട്രിവാൻഡ്രത്തൊന്നും ഒരു ഫ്ലാറ്റ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വിച്ച് മീൻസ് ഈ പെൺകുട്ടി വിവാഹത്തിന് മുന്നേ ഒരാളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് പോയി ഉള്ള പരിചയമൊന്നുമില്ല. ട്രിവാൻഡ്രത്ത് ഉൾനാടൻ ഗ്രാമത്തിൽ എവിടെയോ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണിത്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡറിൽ എവിടെയോ ആണ് ഈ പെൺകുട്ടിയുടെ വീട്. അപ്പോൾ അവൾ ജനിച്ചു വന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസിൽ നിന്ന സമയത്ത് അവൾ സിംഗിൾ ആയിരുന്നു. ഇത്തരം കാഴ്ചകൾ അവളെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു. ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് അത് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിനെ അവളുടെ നിലപാട് എന്ന് മുദ്രകുത്താൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്താണ് ഈ നിലപാട്? നിലപാടെന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ ഞാൻ മാന്യമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ജനിച്ച സമയം മുതൽ മരണ ദിവസം വരെ ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിന്ന ഏതെങ്കിലും ഒരു വ്യക്തികളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അപ്പുറത്തുള്ള പാക്കരൻ ചേട്ടനെയോ ഭാസ്കരൻ ചേട്ടനെയോ ഒന്നും പേരിവിടെ പറയണ്ട. പ്രശസ്തരായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, അതായത് ജനിച്ച ദിവസം മുതൽ മരണ ദിവസം വരെ ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിന്ന വ്യക്തികളുടെ, പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ പേര് പറയൂ.
നിങ്ങൾ പറയാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവോ മഹാത്മാഗാന്ധിയോ വി.ഡി. സതീശനോ മരിച്ചുപോയോ ഉമ്മൻചാണ്ടി സാറോ അല്ലെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിയോ ഒക്കെ ആയിരിക്കും പറയുന്നത്. അതാണോ നിലപാട്? സ്വാതന്ത്ര്യ സമര സേനാനികൾ എടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പൊരുതിയത് അവരുടെ നിശ്ചയദാർഢ്യമായിരുന്നു. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിച്ഛായയാണ്. നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാഹചര്യത്തിനനുസരിച്ച് മാറ്റമുണ്ടാകും. മനസ്സിലായില്ലേ? ഒരു ഉദാഹരണം പറയാം. മുല്ലപ്പെരിയാർ. രണ്ട് സർക്കാരുകളും തമ്മിൽ പല വാഗ്വാദങ്ങളും പല നിലപാടുകളും എടുക്കാറുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ തമിഴ്നാട് സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സർക്കാരുകൾ എടുത്ത നിലപാടുകളിലും മാറ്റം വരും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലപാടുകളെ ചിലയിടത്തെങ്കിലും മാറ്റാൻ പറ്റും. അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. അല്ലാതെ ബിഗ് ബോസിൽ കിടന്ന ഒരു പെൺകുട്ടി, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം ആദ്യത്തെ സീസണിലുള്ള ആളുകൾ കുറച്ചെങ്കിലും റിയൽ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന ഓരോ മത്സരാർത്ഥികൾക്കും ഇനി കയറാൻ പോകുന്ന മത്സരാർത്ഥികൾക്കും അറിയാം ബിഗ് ബോസിനുള്ളിൽ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. ആളുകളുടെ പിന്തുണ കിട്ടണമെങ്കിൽ നല്ല വ്യക്തിയായിട്ട്, അതൊരു നല്ല മുഖംമൂടി ഇടുക. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും അവർ പറഞ്ഞു എന്ന് വരാം, പ്രവർത്തിച്ചു എന്ന് വരാം. ഒരു 75% നല്ല രീതിയിൽ റിയൽ ആയിട്ട് തന്നെ നിന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ അതൊരു റിയാലിറ്റി ഷോ ആണ് എന്നും ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ നടന്നത് അനുമോളുടെ റിയൽ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ എണ്ണം. നിങ്ങൾക്കൊക്കെ എന്നാണ് ഇനി നേരം വെളുക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്നാണ് ഇനി വിവരം വെക്കുന്നത്? ശരി ഏത് തെറ്റേതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞ് 1-2 ദിവസം മാത്രം കഴിഞ്ഞൊരു പെൺകുട്ടിയെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഓർക്കുക, നിലപാടുകൾക്ക് മാറ്റം സംഭവിക്കാം. അതൊരു തെറ്റല്ല. കുലസ്ത്രീ എന്നുള്ളൊരു പേര് ഒരു സ്ത്രീയെ മോശമാക്കി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദവുമല്ല. അനുമോളുടെ സാഹചര്യം നിങ്ങൾ ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസിൽ നിന്നപ്പോൾ അവൾ സിംഗിളായിരുന്നു. അവൾക്കിങ്ങനെ സംഭവം, അതായത് ഫിയാൻസിയുടെ കൂടെ കല്യാണത്തിന് മുന്നേ ടൈം സ്പെൻഡ് ചെയ്യുക ഒരു ഫ്ലാറ്റിൽ എന്നുള്ളത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ഒരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അനുമോളുടെ വിവാഹം വളരെ കെങ്കേമമായിട്ട് വളരെ പോഷായിട്ടാണ് അനുമോൾ നടത്തിയത്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും അനുമോളുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ കണ്ടോ? അതെന്താ ഇത്രയും പോഷായിട്ട് വിവാഹം നടത്തിയ അനുമോൾക്ക് എൻഗേജ്മെൻറ്റ് നടത്താൻ പൈസ ഇല്ലായിരുന്നോ? അതോ ചെലവ് ചുരുക്കിയോ? അപ്പോൾ എൻഗേജ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വളരെ പോഷായിട്ട് എന്നോ എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു വലിയ ഗ്യാപ്പിന് ശേഷമായിരിക്കാം വിവാഹം നടന്നത്. അപ്പോൾ ഈ ഗിസേൽ ആര്യൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് തുടങ്ങുന്ന ദിവസം മാത്രം കണ്ട് ഒരു കട്ടിലിൽ ഒരുമിച്ച് കിടന്നപ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും. അനുമോളെ സംബന്ധിച്ച് പ്രതിശ്രുത വരൻ തൻ്റെ ഭർത്താവാകാൻ പോകുന്നു എന്നുള്ളൊരു ഉറപ്പ്, അതിനപ്പുറത്തേക്ക് രണ്ട് ഫാമിലിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ രണ്ട് വ്യക്തികളുടെ മനസ്സുകൾ ചേർന്ന് ഇവർ തന്നെയാണ് സോൾമേറ്റ് എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടും ഈ പെൺകുട്ടിക്ക് വേണ്ടി അവൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള തമിഴ്നാട് അല്ലെങ്കിൽ കോയമ്പത്തൂർ ഉപേക്ഷിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ബന്ധത്തിൻ്റെ ആഴം കണക്കാക്കിയാലും ഇവരുടെ എൻഗേജ്മെൻറ്റ് എന്നോ കഴിഞ്ഞതാണ് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അവളുടെ നിലപാട് മാറി. അവൾ വിവാഹം ചെയ്യുന്ന പുരുഷനാണ്. അവൾക്ക് മനസ്സിലായി ഈ പുരുഷൻ അവനേക്കാൾ കൂടുതൽ ഈ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ, ഫാമിലിയുടെ സപ്പോർട്ട് അത്രയുമായി കഴിയുമ്പോൾ വിവാഹത്തിന് മുന്നേ അവൻ്റെ ഫ്ലാറ്റിൽ പോയി. അതിനിപ്പോൾ എന്താണ്? അവളുടെ നിലപാടുകൾക്ക് മാറ്റം സംഭവിച്ചു. നിങ്ങളുടെ നിലപാടിന് മാറ്റം സംഭവിക്കാറില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ അനുമോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വീഡിയോയുടെയൊക്കെ താഴെ നെഗറ്റീവ് കോമൻസ് ഇടുന്ന ആളുകൾ അറിയാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ എൻ്റെ രോമത്തിൽ പോലും തട്ടുന്നില്ല, അതൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന്. പക്ഷെ നിങ്ങളൊക്കെ ഒരു കാര്യം ചിന്തിക്കണം. ഈ പറയുന്ന വാക്കുകൾ കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അനുമോൾ എന്ന് പറയുന്നത് ഒരു പച്ചയായ സ്ത്രീയാണ്. അവൾക്ക് വേദനകളുണ്ടാവും. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾ നേടിയെടുത്തതാണിത്. ഒരു പെൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണിത്. 1-2 ആളുകളെയൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഗ്ലാമി ഗംഗ അങ്ങേയറ്റം പട്ടിണി, ദാരിദ്ര്യം, അതായത് സീറോയിൽ നിന്നും പൊക്കിയെടുത്ത അവളുടെ ജീവിതം. അവളുടെ വിവാഹത്തിന് ശേഷം ഇമാതിരി സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്, ഇവരുടെ വായിൽ നിന്നും നെഗറ്റീവ്സ് ഒക്കെ വീഴും, തെറ്റുകൾ സംഭവിക്കും. കാരണം എന്തെന്നറിയാമോ? കഷ്ടപ്പാടിൽ നിന്നും അവർ ഇത്രയധികം കഷ്ടപ്പെട്ട് ഇവർ അച്ചീവ് ചെയ്തെടുത്ത ഒരു ജീവിതമാണ്. അങ്ങനെ ഇവർ അവസാനം ഇവരുടെ ഇഷ്ടമുള്ള കുടുംബജീവിതം സെലക്ട് ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ചിലവുകളെല്ലാം ഒറ്റയ്ക്ക് നടത്തി അവർ ഈ ഒരു കാര്യം കൂടി അച്ചീവ് ചെയ്യുമ്പോൾ അവർ സന്തോഷത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലായിരിക്കും നിൽക്കുന്നത്. ആ സമയത്ത് നെഗറ്റീവ്സ് ഒന്നും ഇവരുടെ ചിന്തകളിലേക്ക് വരില്ല. ഇവരുടെ വായിൽ നിന്നും വരുന്ന ഒരു വാക്ക് നെഗറ്റീവായിട്ട് ആളുകൾ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഇവരുടെ മനസ്സിലേക്ക് വരുന്നില്ല. കാരണം നേടിയെടുത്തവരാണിവർ.
അവരുടെ സന്തോഷത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ, അതായത് കുടുംബത്തിലുള്ള മറ്റുള്ള എല്ലാവരെയും സേഫ് ആയിട്ടുള്ള ഓരോ പോയിന്റിൽ എത്തിച്ച്, എനിക്ക് തോന്നുന്നു സിസ്റ്ററിൻ്റെ വീട് ഉൾപ്പെടെ കാർ ഉൾപ്പെടെ ഒക്കെ അനുമോൾ നേടിക്കൊടുത്തിട്ടുണ്ട്. അവർക്ക് ജോലിയുള്ള സ്ത്രീയാണ്, പക്ഷേ പലപ്പോഴും അവരുടെ ഭർത്താവ് പോലും അനുമോളുടെ കൂട്ടിനായിട്ട്, അതായത് ഈ ലൊക്കേഷനിൽ പോകുമ്പം ഒരു കൂട്ടുണ്ടായിരിക്കണമല്ലോ, ഒരു സെക്യൂരിറ്റി പോലെ. അച്ഛനോ അമ്മയോ അവർക്ക് പ്രായമുള്ള ആളുകളാണ്, അവർക്ക് വയ്യാതിരിക്കുന്ന സമയങ്ങളിൽ ഈ ചേട്ടനാണ്, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഈ പെൺകുട്ടിയുടെ കൂടെ പോകുന്നത്. അപ്പോൾ അവരെയൊക്കെ ഇവൾ സേഫാക്കി നിർത്തിയിട്ടാണ് അവസാനം ഒടുവിൽ അവളുടെ കുടുംബം, അതായത് ആ ഒരു വിവാഹത്തിലേക്ക് അവൾ എത്തിയത്. അത്രയും സന്തോഷകരമായിട്ടുള്ള മൊമെന്റിൽ നിൽക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് തെറ്റുകൾ വീണു പോയിരിക്കാം. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നോ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇപ്പോൾ 6-7 മാസം കഴിഞ്ഞിട്ടുണ്ടാവും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയധികം സ്വാതന്ത്ര്യം ഈ ഭുവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കും, ഇതിനിടയ്ക്ക് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുക, വീഡിയോയ്ക്ക് വേണ്ടി റെസ്പെക്റ്റ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള നാടകങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരാളല്ല അനുമോൾ. നമുക്കറിയാം അനുമോൾ ബിഗ് ബോസിലും വളരെ ലൗഡായിട്ടുള്ളൊരു വ്യക്തിയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നീട് കുറേ ആളുകൾ കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് ഇവൾ എന്തൊരു ധാർഷ്ട്യക്കാരിയാണ് എന്ന്. ധാർഷ്ട്യക്കാരിയായത് ഇപ്പോഴല്ല, ക്യാരക്ടർ മാറ്റമൊക്കെ ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്ന്. അവളുടെ സ്വഭാവത്തിലെ മാറ്റം ഇപ്പോൾ വന്നതല്ല. നിങ്ങളൊന്ന് പുറകിലേക്ക് പോയിട്ട് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിലെ ഓരോ സീസണുകളും ഒന്ന് ചിന്തിച്ച് നോക്കി. അതിൻ്റെ കൺക്ലൂഷൻ ടൈം ആയപ്പോൾ, അതായത് അവസാന സമയങ്ങളായി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ ചുറ്റുമുണ്ടായിരുന്ന, അനുമോളുടെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ഇവളുടെ ശത്രു പക്ഷത്തേക്ക് മാറി. അക്ബറൊക്കെ വെർബലി ഭയങ്കര ലൗഡായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് അനുമോൾക്ക് നേരെ ചെല്ലുമ്പോഴും, ആദില നൂറ എന്നുള്ളവരൊക്കെ ശത്രുക്കളുടെ സ്ഥാനത്ത് മാറിയിരുന്നപ്പോഴും, ആ പുറത്തുള്ള ഊഞ്ഞാലിൽ രണ്ട് ഇങ്ങനെ പിടിയിലും പിടിച്ചിട്ട് ദേവസേനയൊക്കെ ഇരുന്ന പോലെ ഒരു ഇരിപ്പുണ്ട്, ഓർക്കുന്നുണ്ടോ എല്ലാവരും? നല്ല ഊശ്വരോടുകൂടി. അതായത് ഇങ്ങനെയുള്ള ആളുകളുടെ, അതായത് കഷ്ടപ്പാടിൽ നിന്നും വിജയത്തിൻ്റെ അങ്ങ് ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ശൗര്യവും വീര്യവും ഇങ്ങനെ കൂടിക്കൂടി വരും. കാണുന്നവർക്ക് തോന്നും അവർക്ക് എന്തൊരു ധാർഷ്ട്യമാണ് എന്ന്. അല്ല, ഇവരെ കഷ്ടപ്പാടുകൾ ഇവർക്ക് കൊടുത്ത പാഠമാണ് ഇതൊക്കെ. ആരുടെ മുന്നിൽ എങ്ങനെ നിൽക്കണം, ശത്രുക്കൾ കൂടുന്നതിനനുസരിച്ച് ഇവരുടെ വീര്യം ഇങ്ങനെ കൂടി വരും. നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ ആ ഊഞ്ഞാലിൽ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നൊരിരിപ്പ്? അത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിലും കണ്ടത്. കാരണം അതല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒരു കുടുംബം നോക്കുന്ന ആളുകൾക്ക് ഈ ലീഡിങ് അല്ലെങ്കിൽ ഒരു ലീഡർ നേതൃത്വ പാഠവും ഭയങ്കര കൂടുതലായിരിക്കും. കുറച്ച് ഡോമിനേറ്റഡ് ആയിരിക്കും അവർ സംസാരിക്കുന്നത്. അവർക്ക് ഈ റൊമാൻസ് ഒക്കെ ഇങ്ങനെ വളരെ പതിയെ അവർക്ക് കിട്ടത്തുള്ളൂ. അവർ സംസാരിക്കുന്നതിലൊക്കെ ഒരു അത് ചെയ്യ് ഇത് ചെയ്യ്, ആ ഒരു കോൺഫിഡൻസിൽ നിന്നൊക്കെ ഉണ്ടായി വന്ന ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഡീമെറിറ്റ്സോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അനുമോൾ എന്ന് പറയുന്നത് നിങ്ങളെ ആരെയും പോലെയല്ല. അനുമോൾ ചെയ്ത പല കാര്യങ്ങളും, ഒരു കാര്യങ്ങളും നിങ്ങൾക്കാർക്കും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കും ചെയ്യാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ വിവാഹ വീഡിയോയിൽ അവൾ പറയുന്നുണ്ട് ഈ ഇട്ടിരിക്കുന്ന ജ്വല്ലറീസ് എല്ലാം ഭീമയിൽ നിന്നാണ്. ഞാൻ അന്തം വിട്ടു. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഗോൾഡൻ കപ്പ് പോലെ ഈ റോഡ് ഗോൾഡ് എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ ഇടുന്നത്. പക്ഷേ അത് ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെ പോയാലും ഒരു 100 പവൻ കൂടുതലുണ്ടാവും. ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കണം ഇത്രയധികം സമ്പാദിച്ചത്. ഒരച്ഛന് സാധിക്കാത്തത്, അച്ഛനെ ഡിഗ്രേഡ് ചെയ്യല്ല, ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിസ്സഹായനായി പോയ അച്ഛന് സാധിക്കാത്ത പലതും നേടിയെടുത്ത ഒരു പെൺകുട്ടി, ഒരു പുലിക്കുട്ടി, അവളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ നിങ്ങൾക്കാർക്കും റൈറ്റ് ഇല്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം ചെയ്ത് കഴിഞ്ഞൊരു പെൺകുട്ടിയെ ആ ഭർത്താവിനെ പുകഴ്ത്തിയും, നല്ല ശാന്തനായിട്ടുള്ള ഭർത്താവ് അവളുടെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്തും സംസാരിക്കാനുള്ള ആ ഒരു ധാർഷ്ട്യം, അത് നമ്മൾക്കൊന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളെ കുറ്റപ്പെടുത്താൻ ആർക്കും റൈറ്റ് ഇല്ല. അല്ലെങ്കിൽ അവൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത്രയധികം കഷ്ടപ്പാടിൽ അങ്ങ് ആഴ്ന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ തകർന്നു പോകത്തേയുള്ളൂ. 14-15 വയസ്സിൽ ഒരു കുടുംബത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം മുഴുവൻ എടുത്ത് ചുമലിൽ വെക്കണമെങ്കിൽ അനുക്കുട്ടി അല്ലെങ്കിൽ അനുമോൾ എന്ന് പറയുന്നത് അതൊരു പുലിക്കുട്ടിയാണ്. സാധാരണ ആൺകുട്ടികൾ പോലും ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത്, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അച്ഛൻ ഗൾഫിലാണ്, ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മർഡർ കേസാണത്. എനിക്ക് തോന്നുന്നു കടബാധ്യത കാരണം അവൻ ആ കുടുംബത്തിലെ 8-9 പേരെ തീർത്തു കളഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന തലമുറകൾക്ക് മുന്നിൽ ഒരു പെൺകുട്ടി ഇത്രയും വിജയിച്ച് അവൾ വിജയിച്ചു, ഇനി അവൾക്ക് വിജയിച്ച് കാണിക്കാൻ ഒന്നുമില്ല. പോലെ ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ അവൾ ജീവിതത്തിലെല്ലാം അച്ചീവ് ചെയ്തു. ഇപ്പം നിങ്ങൾ ചിലരെങ്കിലും ചോദിക്കും വിവാഹമാണോ ജീവിതത്തിലെല്ലാം, വിവാഹമാണോ നിങ്ങളുടെ ഫുൾ സ്റ്റോപ്പ്? അവളെ സംബന്ധിച്ച് അത് തന്നെയാണ്. അത്രയും നിർധനരായിട്ടുള്ള ഒരു കുടുംബത്തിലെ ആളുകൾ ഇന്ന് അവൾ കാരണം നിൽക്കുന്ന ആ ഒരു ഗെറ്റപ്പൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതിന് കാരണം അനുമോൾ മാത്രമാണ്, അവളുടെ കഠിനാധ്വാനം മാത്രമാണ്. അവളുടെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്കാർക്കും അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.